എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്നാക്സിൻ്റെതാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് അതുപോലെ തന്നെ 4 മണി ചായക്കൊപ്പം മുട്ട വെച്ചിട്ട് നമുക്ക് നല്ല ഡബിൾ രുചിയിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് കേട്ടോ. ഇത് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ ഇതുപോലെ തേങ്ങയാണ് കേട്ടോ. 1 കപ്പ് അളവിൽ തേങ്ങ നമുക്ക് ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 3 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകുമാണ്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, അതുപോലെ തന്നെ ഇത് 1 തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു 2 തണ്ട് പുതിന ഇലയാണ്, അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാരങ്ങ ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 കൈപ്പിടി മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി ഫുള്ളായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് ഇതുപോലെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ആവശ്യത്തിനുള്ള ഒരു പുളിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടെടുക്കുക കേട്ടോ. ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്, ഇതുപോലെ നമ്മളൊന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതുപോലൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഒരു 4 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ തീരെ ചെറുതാക്കി കട്ട് ചെയ്തതാണ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി തീരെ ചെറുതായിട്ട് അരിഞ്ഞതും, 1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി തീരെ ചെറുതായിട്ട് അരിഞ്ഞതും, ഒരു 2 പച്ചമുളകും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക. ഒത്തിരി അങ്ങ് വഴണ്ടി പോകേണ്ട ആവശ്യമില്ല, അത്യാവശ്യം നമുക്കൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഒരു 2 തണ്ട് കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് സവാളയിൽ നിന്ന് വാടി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും, 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കിയിട്ടെടുക്കുക. പൊടികളുടെ ഒരു പച്ച ചെവിന്ന് മാറി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും, അതുപോലെ തന്നെ ഈ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ആ ഒരു മസാലയുടെ ഒരു പച്ചച്ചെവി ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയിട്ടെടുക്കാം. അതുപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ ഒരു 6 കോഴിമുട്ട ഇതുപോലെ ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. 6 മുട്ട പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ 2 ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ മുട്ട ചമ്മന്തി ചെയ്യത്തില്ലേ, അതുപോലെ ഈ ഒരു ചമ്മന്തി എടുത്തിട്ട് കുറച്ച് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എങ്ങനെ നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണൊക്കെ ഈ ഒരു ചമ്മന്തി എടുത്തിട്ട് ഈ ഒരു മുട്ടയിലേക്ക് നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാ മുട്ടയിലും നമ്മൾ ഈ ഒരു ചമ്മന്തി ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ മുട്ടയിൽ എല്ലാം തന്നെ ഇതുപോലെ ഞാനൊന്ന് ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ സമൂസ ഷീറ്റാണ് കേട്ടോ. ഹോം മെയ്ഡ് സമൂസ ഷീറ്റോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള സമൂസ ഷീറ്റോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഹോം മെയ്ഡ് സമൂസ ഷീറ്റിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു സമൂസ ഷീറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒരെണ്ണം കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കറക്റ്റ് ഒരു ലെവലിൽ നമ്മൾ ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മുടെ ഒരു മുട്ടച്ചമ്മന്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു മുട്ടച്ചമ്മന്തിയും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മൈദയിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒരു പേസ്റ്റ് പരുവത്തിൽ നിന്ന് റെഡിയാക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു സൈഡിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു സൈഡ് ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു അറ്റത്തെല്ലാം നമുക്ക് ഒരു മൈദയുടെ ഒരു പേസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുക ഇതുപോലെ. അതിനുശേഷം ആ ഒരു സൈഡിലൊന്നും ഗ്യാപ്പുകൾ വരാതെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നമ്മളിതൊന്ന് ഒട്ടിച്ചിട്ടെടുക്കുക. ബാക്കിയുള്ള ഒരു 2 ഷീറ്റിൻ്റെ മറ്റത്തായിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ആ ഒരു മൈദയുടെ ഒരു പേസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ. എന്നിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നമ്മളിതൊന്ന് ഒട്ടിച്ചിട്ടെടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് കണ്ടില്ലേ, എല്ലാത്തിലും തന്നെ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നമ്മൾ സമൂസയൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസിൻ്റെ ഒരു കോട്ടിങ് കൊടുത്തിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ബ്രെഡ് ക്രംസിൻ്റെ ഒരു കോട്ടിങ് ഒന്ന് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി പുറമേ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരു 2 കോഴിമുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോക്സും എടുത്തിട്ട് ആദ്യം ഒരു മുട്ടയുടെ ഒരു മിക്സിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ടെടുക്കുക. അതിനുശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ബ്രെഡ് ക്രംസ് ആകുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഇതുപോലെ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ വണ്ണിട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നമ്മൾ ഒരുപാട് തീ കുറച്ച് വെച്ച് കൊടുക്കരുത്. അതുപോലെ തന്നെ ഒരുപാടങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഉള്ളിലെ ഒരു ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് വെന്തതാണ്. ആ ഒരു ഷീറ്റ് നന്നായിട്ട് കുക്കായി പുറമേ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടൊന്ന് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഇത് കണ്ടില്ലേ, ഈ ഒരു കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിത് പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് ഡബിൾ രുചിയിൽ ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ നമ്മുടെ ഒരു എഗ്ഗ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ മുട്ട വെച്ചിട്ടുള്ള ഒരു എഗ് ബോക്സ് ഉണ്ടാക്കാറുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു മുട്ടച്ചമ്മന്തിയും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.